ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഇൻ്റർസെപ്റ്റർ ബെയർ 650 ആണ് കേട്ടോ. വണ്ടി കാണാൻ രക്ഷയില്ല, ഒരു സ്ക്രാംബ്ലറാണ്. കറക്റ്റ് ആ ഒരു ലുക്കിൽ തന്നെ വണ്ടിയുണ്ട്. നോർമൽ സ്ക്രാംബ്ലറൊക്കെ കാണുന്ന പോലെ തന്നെ അതേ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത്. വണ്ടി നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. എവിടേക്കോ ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ ചായവുണ്ട്, എവിടേക്കോ ഒന്നല്ല, ഇൻ്റർസെപ്റ്ററിന് കടമെടുത്തിട്ടുള്ളൊരു സ്ക്രാംബ്ലറാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻ്റർസെപ്റ്റർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വണ്ടി വന്നേക്കുന്നത്. പേരിലും ഇൻ്റർസെപ്റ്റർ ബെയർ 650 എന്ന് കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം ഇതൊരു വാക്ക് അറൗണ്ടായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം വണ്ടിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട്. ഫ്രണ്ട് വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LED ഹെഡ്ലൈറ്റ് കാണാൻ പറ്റും, LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. USD ഫോർക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡുവൽ പർപ്പസ് ടയർ വന്നിട്ടുണ്ട്. ടയർ വന്നേക്കുന്നത് MRFൻ്റെ ആണ്. ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചുമാണ് ടയർ സൈസ് വരുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ ഇൻ്റർസെപ്റ്ററിനകത്ത് കണ്ടുവന്നിരിക്കുന്ന അതേ ഒരു ടാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഷേപ്പിലുള്ളത്. ആ ഒരു എൻഫീൽഡിൻ്റെ തനതായിട്ടുള്ള ലോഗോയും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എൻജിൻ സൈഡ് വരുമ്പോഴത്തേന് 650cc നമ്മൾ കണ്ടുവരുന്ന ഔട്ടിൻ സിലിണ്ടർ എഞ്ചിനാണ് വന്നേക്കുന്നത്. ടോർക്കിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് പറഞ്ഞുതരാം. നോർമൽ സ്ക്രാംബ്ലർസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് നമുക്ക് അത്യാവശ്യം ലൂസ് റോഡിന് യൂസ് ചെയ്യാൻ പറ്റും, നോർമൽ റോഡ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലൂസ് റോഡ് പോകുന്ന സമയത്ത് അത്യാവശ്യം ഗ്രിപ്പ് കിട്ടാനായിട്ട് ഇതിനകത്ത് ഈ റബ്ബർ കുഷ്യൻ നമുക്ക് ഊരി മാറ്റാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രിപ്പ് നമുക്ക് കാലിൽ കിട്ടും. പൗഡർ കോട്ടഡ് ഫിനിഷിൽ വരുന്ന ഒരു എഞ്ചിനായിരിക്കും കേട്ടോ ഇവിടെ വരുന്നത്. സൈഡിലത് ഇവിടെ ബെയർ 650 എന്ന് ഒരു എംബ്ലം ഉണ്ടാവും, ലെറ്ററിങ് ഉണ്ടാവും. സീറ്റ് വരുമ്പോഴത്തേന് ബെഞ്ച് സീറ്റാണ് വരുന്നത്. സ്ക്രാംബ്ലേഴ്സിനെല്ലാം കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ബെഞ്ച് സീറ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹോൾഡറും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ പിടിക്കാനായിട്ട്. ഈ ഒരു ഗ്രാബ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് ലുക്കിൽ തന്നെയാണ് കേട്ടോ ഇത് കൊടുത്തേക്കുന്നത്. ആ ഒരു വിൻറ്റേജ് ലുക്ക് നിലനിർത്താനായിട്ട് തന്നെ ബാക്കിൽ വരുമ്പോഴത്തേന് റൗണ്ട് ടൈപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റും LED ലൈറ്റാണ് വരുന്നത്. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സും LED ആണ് വരുന്നത്. ഇവിടെ ഒരു സാരി ഗാർഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ റൂളിനനുസരിച്ചിട്ടായിരിക്കും സാരി ഗാർഡ് കൊടുത്തേക്കുന്നത്. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. വണ്ടി അപ്പോൾ അത്യാവശ്യം കാണാൻ ഒരു പക്ക ഒരു ഓഫ് റോഡ് മോഡിലോട്ടൊക്കെ വരും കേട്ടോ. ബാക്ക് ടയർ വരുന്നത് 17 ഇഞ്ചാണ് വരുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ ഒരു എക്സോസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴത്തേന് 2-in-1 എക്സോസ്റ്റ് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ നോർമൽ ഇൻ്റർസെപ്റ്ററിനകത്തും 650 ടിൻസിനകത്തൊക്കെ കാണുന്നത് പോലെ 2 സൈലൻസറല്ല വരുന്നത്. ഇവിടെ 2 പൈപ്പിൽ നിന്ന് വന്നിട്ട് ഒറ്റ ഇതായിട്ടാണ് ഇവിടെ വരുന്നത്. 2-in-1 സൈലൻസർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം അത് നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പം കാണാനായിട്ട്. ഇൻ്റർസെപ്റ്ററും GTA കാണുമ്പോൾ ആ ഒരു ബൾക്ക്നെസ് ഇതിനകത്ത് സൈലൻസറിൻ്റെ ഭാഗത്തൊന്നും തോന്നുന്നില്ല. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സൈലൻസറാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെ ഒരു നമ്പർ ബോർഡ് കാണാം. ഈ ഒരു നമ്പർ ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റാലിക്കൊക്കെ പോകുന്ന ടൈമിൽ അവിടെ നമുക്ക് നമ്പർ എഴുതാനായിട്ട് പറ്റും. ഈ ബെയറിൻ്റെ ഉത്ഭവവും അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ഒരു വണ്ടി ഒരു ട്രിബ്യൂട്ടായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിനൊരു കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ നിന്ന് കമൻറ്റ് ഇടുക. ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഈ ഒരു ബെയർ 650യുടെ ഒറിജിൻ എങ്ങനെയാണ്, ഈ ബെയർ എങ്ങനെയാണ് അവർ കൊണ്ടുവന്നേക്കുന്നത്, എന്തിനെ ഇൻസ്പയർഡ് ആക്കിയിട്ടാണ് ബെയർ വന്നേക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇനി നമുക്ക് നേരെ സ്വിച്ചസിലോട്ടും കാര്യങ്ങളോട്ട് പോകാം. അലൂമിനിയം ക്യൂബ് സ്വിച്ചസ് ആണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മുടെ സൂപ്പർ മെറ്റിയോർ 650ക്കകത്തൊക്കെ വരുന്ന പോലെ തന്നെയുള്ള സ്വിച്ചസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇവിടെ ഒരു ജോയ് സ്റ്റിക്കും കാണാം. ഇത് നമുക്ക് ഹിമാലയനകത്ത് കണ്ടുവരുന്ന സ്വിച്ചുകളാണ് കേട്ടോ. നമുക്ക് മീറ്റർ ഓൺ ആക്കുമ്പോഴത്തേന് TFT ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. ബെയർ 650 എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് റൈഡിങ് മോഡ്സ് ഉണ്ടാവും. ട്രിപ്പ് 1, 2, ഫ്യൂവൽ റേഞ്ച് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. അത് 2 റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്. ഒന്ന് റൈഡിങ് മോഡ് എന്ന് വെച്ചാൽ റിയർ ABS നമുക്ക് ഓണും ഓഫും ആക്കാനായിട്ട് പറ്റും. അതാണ് 2 റൈഡിങ് മോഡ് എന്ന് പറയുന്നത്. റിയർ ABS നമുക്ക് ഓണും ഓഫും ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് ലൂസ് റോഡ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഓഫാക്കിയിട്ടും അല്ലാതെ നമുക്ക് നോർമൽ റോഡ്സിൽ നമുക്ക് ഓൺ ആക്കിയിട്ട് ഓടിക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് വോൾട്ടേജ്, സർവീസ് ഡ്യൂ, അങ്ങനെ വണ്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കാണിക്കും കേട്ടോ. എന്തായാലും നമുക്ക് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാവുമെന്ന്. ടാങ്കിലും ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് ബെയറിൻ്റെ. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. അത്യാവശ്യം വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർസ് കാണാം. സ്വിച്ചസൊക്കെ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. അഡ്ജസ്റ്റബിൾ ലിവേഴ്സാണ് വന്നിരിക്കുന്നത്. ക്ലച്ച് ലിവർ ആവട്ടെ, ബ്രേക്ക് ലിവർ ആവട്ടെ, രണ്ടും അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ നോർമൽ ഹിമാലയനകത്ത് കണ്ടു പരിചയമുള്ള നമ്മുടെ TFT ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും. സീറ്റ് ആയിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് പ്ലാന്റഡ് ഫുട്ടാണ്. ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം ഹാൻഡിൽ ബാർ ഒന്ന് റേസ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട് റൈഡ് ചെയ്തപ്പം. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗട്ടറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് അത്യാവശ്യം കുറച്ച് ഹാർഡാണ്.
ലൂസ് റോഡൊക്കെ നമുക്ക് പോയി കഴിയുമ്പോഴത്തേന് എനിക്ക് ഇരുന്നിട്ട് കുറച്ച് ഹാർഡ് പോലെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വണ്ടിയും തരുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തായാലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വണ്ടി അത്യാവശ്യം നല്ല ലുക്കിലുള്ളൊരു സ്ക്രാംബ്ലറാണ് കേട്ടോ. അത്യാവശ്യം ഇൻ്റർസെപ്റ്റർ എടുത്തിട്ട് മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്തോട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിൽ പോകാൻ പറ്റും കേട്ടോ. നമുക്കൊരു ഡെസേർട്ട് റണ്ണൊക്കെ ചെയ്യുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു റാലി സ്പെക്ക് പോലെയൊക്കെ പണിഞ്ഞെടുക്കാനൊക്കെ പറ്റിയൊരു മോഡലാണ് കേട്ടോ ഇത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു എക്സോസ്റ്റ് നോട്ടും കൂടെ ഒന്ന് കേട്ട് നോക്കാം വണ്ടിയുടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. അത്യാവശ്യം പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഇതിനകത്ത് കേൾക്കാൻ പറ്റും. അത്യാവശ്യം ലോങ് റൈഡ് റിവ്യൂ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. വരുന്ന ദിവസങ്ങളിൽ വണ്ടി നമുക്ക് ലോങ് റൈഡ്സിനൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം വണ്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും കുറച്ച് അപ്ഡേറ്റുകൾ വണ്ടിയിൽ നമുക്ക് പറയാനായിട്ടുണ്ട്. വണ്ടി റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പം വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഫുൾ റിവ്യൂവും ബെയറിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. അപ്പം ബെയർ 650 ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.